ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ എനിക്ക് പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നും അല്ല, എനിക്ക് രാവിലെ തുടങ്ങിയ വയറുവേദനയാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഛർദി ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ അതായിരുന്നു. അമ്മ ഇല്ലായിരുന്നു, അമ്മ ജോലിക്ക് വരുന്നത്. പിന്നെ അമ്മ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ 3 അതിഥികളെ കണ്ടത്. ഇതിവിടെ സ്ഥിരമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ മയിലൊക്കെ വരും. അപ്പോൾ നമുക്കിത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സൺസെറ്റും കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ സൺസെറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ആശ്വാസമായി. കാരണം ഇത്രയും നേരം ഛർദിലൊക്കെ ആയിട്ട് വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നത്തെ പോലെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റി. അങ്ങനെ ഡോക്ടർ 2 ഇഞ്ചക്ഷൻ ഒക്കെ എഴുതി തന്നെ. 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് ഞാൻ ഇവിടെ. ആദ്യം ഒന്ന് കുത്തിയപ്പോഴേ വെയിൻ കിട്ടിയില്ലായിരുന്നു. പിന്നെ 2 വട്ടം കുത്തിയിട്ടാണ് കിട്ടിയത്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് അരമണിക്കൂർ നമ്മുടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് കാണിക്കാൻ പറഞ്ഞു വേദന കുറയണോ ഇല്ലേന്നൊക്കെ. അങ്ങനെ എന്റെ കൂടെ അമ്മയുണ്ട്. അങ്ങനെ ഞാനും അമ്മ ഇവിടെ അരമണിക്കൂർ ഇരിക്കാന്ന് കരുതി. എന്തായാലും ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ആൾ കുറവായിരുന്നു. ഞാൻ എപ്പോഴും വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് കേട്ടോ. ആൾക്കാർക്കൊന്നും അസുഖമൊന്നും വരത്തില്ല, ഹോസ്പിറ്റലിൽ തിരക്ക് കുറഞ്ഞിരിക്കണമെന്ന്. കാരണം നമുക്ക് തന്നെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണുമ്പോഴത്തേക്കും നല്ല സങ്കടമാണ്. പക്ഷേ ഇന്ന് ഈ തിരക്ക് കഴിഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ടായിരുന്നു. എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ, തറവാടാണോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സങ്കടം വരുവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പം മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്ന അല്ലല്ലോ അസുഖം എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഒന്നാമത് ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പം ഈ വഴി കൂടെ പോകുന്ന അസുഖം എല്ലാം വയ്യാവേലി എന്റെ തലയിലോട്ടാണ് കേട്ടോ വന്ന് കയറുന്നത്. കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം പിന്നെ ഒരു ജലദോഷം വന്നാലും അത് വലിയ രീതിക്ക് പനിയൊക്കെ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്കപ്പോഴും ഹോസ്പിറ്റലാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ കയറാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ എന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമുക്ക് സങ്കടം വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മാക്സിമം ആൾക്കാരുടെ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാറില്ല. കാരണം നമ്മുടെ അസുഖം നമുക്കല്ലേ മനസ്സിലാവത്തുള്ളൂ. 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഞങ്ങളുടെ ഡോക്ടറെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിക്കാനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും തന്നെ വയറുവേദനയും ഛർദിലൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഷാർജ കുടിക്കാനാണ് കേട്ടോ കയറിയത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഛർദ്ദിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. അഥവാ എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ തന്നെ അത് തിരിച്ച് ഛർദ്ദിക്കായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് വയറുവേദനയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നേലേ അങ്ങനെ എന്റെ ഷാർജ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാർജ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഷാർജ കുടിക്കാതെ പോകാനും ഒരു മടിയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ഷാർജ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ വ്ലോഗ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എന്തായാലും 10 മണിയൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ വരാനായിട്ട് ചെയ്യുമ്പോൾ